9ാം ക്ലാസ്സിലെ ജോഗ്രഫിയുടെ 2ാമത്തെ ചാപ്റ്ററാണ് ഞങ്ങളെ ഇൻ ദ എക്സ്പെൻസീവ് പ്ലെയിൻസ് അല്ലെങ്കിൽ വിശാല സമതല ഭൂവിൽ എന്ന് പറയുന്ന ചാപ്റ്റർ. ഇതൊരു ഇച്ചിരി വലിയ ചാപ്റ്ററാണ്, എന്നാലും നമ്മൾ ജോഗ്രഫി എളുപ്പമല്ലേ പഠിക്കാൻ. ഹിസ്റ്ററിയെ അപേക്ഷിച്ച് ജോഗ്രഫി എളുപ്പമല്ലേ നിങ്ങളെ പഠിക്കാൻ. നമ്മുടെ ഭൂമിയെക്കുറിച്ചൊക്കെ പഠിക്കുന്നതല്ലേ അല്ലേ. അപ്പോൾ നമുക്ക് കുറേയൊക്കെ ഈ ഹിസ്റ്ററിയെ അപേക്ഷിച്ച് ജോഗ്രഫി എളുപ്പമാണ് അല്ലേ. അപ്പം നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ എല്ലാ നോട്ടുകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓണപ്പരീക്ഷ അടുപ്പിച്ച് വൺ വേഡുകൾ മാത്രമായിട്ട് ഞാൻ കുറച്ചിട്ട് തരാം കേട്ടോ. വൺ വേഡ് നമ്മൾ അങ്ങനെ ഒരു ശീലം ഉണ്ടല്ലോ, വൺ വേഡുകളെല്ലാം കൂടെ കൊണ്ടുവന്ന് ഓണപ്പരീക്ഷയ്ക്ക് അപ്പം നിങ്ങൾക്കൊന്ന് ഓടിച്ചിട്ടൊന്ന് വായിച്ചു നോക്കാനേ കേട്ടോ. 5ൻ്റെയും 6ൻ്റെയും 7ൻ്റെയും 8ൻ്റെയും സോഷ്യലിൻ്റെയും മാത്സിൻ്റെയും സയൻസിൻ്റെയും ഒക്കെ നോട്ട് നമ്മുടെ ചാനലിലുണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. ഏതെങ്കിലും നിങ്ങൾക്ക് അറിയത്തില്ല, ഏതെങ്കിലും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണേ കേട്ടോ. ഇതിപ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയുടെ ഒരു ചാപ്റ്റർ ഇട്ടിട്ടുണ്ട്, ജോഗ്രഫിയുടെ ഒരു ചാപ്റ്റർ ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ 1ഉം 2ഉം ചാപ്റ്റർ ഇട്ടിട്ടുണ്ട്, മാത്സിൻ്റെ 2 ചാപ്റ്റർ ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണേ കുഞ്ഞുങ്ങളെ. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ കമൻറ്റ് ഇടുന്നുണ്ട്. നമ്മുടെ 2ാമത്തെ ചാപ്റ്റർ ഇൻ ദ എക്സ്പെൻസീവ് പ്ലെയിൻസ് അല്ലെങ്കിൽ വിശാല സമതല ഭൂവിൽ എന്ന് പറയുന്നതാണ്. അതായത് നമ്മൾ ഈ പ്ലെയിൻസ് എന്ന് പറഞ്ഞ സമതലം, നമ്മുടെ ഭൂമിയുടെ പ്ലെയിൻസ് സമതലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതലും പഠിക്കുന്നത്. ഇനി അത് മാത്രവുമല്ല, സോയിലുകളെ കുറിച്ച് ഇതിനകത്ത് പഠിക്കാനുണ്ട് കേട്ടോ. പല കാര്യങ്ങളെക്കുറിച്ചും ഉണ്ട്. എന്നാലും നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിനെ കുറിച്ചാണ്. ടെസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, ഇനി അത് വായിച്ച് അത്രയും സമയം കളയണ്ടല്ലോ. എന്താ നോർത്ത് എന്ന് വെച്ചാൽ നമുക്കറിയാം അല്ലേ. നോർത്ത് എന്ന് വെച്ചാൽ എന്താണ്? വടക്ക് അല്ലേ. നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് എന്ന് വെച്ചാൽ ഉത്തരേന്ത്യൻ സമതലം എന്നാണ് കറക്റ്റ് അതിൻ്റെ മലയാളം. ഉത്തരേന്ത്യൻ സമതലം. എന്താ കുഞ്ഞുങ്ങളെ ഉത്തരേന്ത്യൻ സമതലം എന്ന് വെച്ചാൽ? അതായത് നമ്മുടെ ഉത്തര പർവ്വത മേഖലയുടെ തെക്ക് ഭാഗത്തായും ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കായും സ്ഥിതി ചെയ്യുന്ന വിസ്മൃതമായ അല്ലേ, വിസ്തൃതമായ എന്ന് പറയില്ല, വിസ്മൃതമായ, അങ്ങനെ ഒരു വിസ്തൃതമായ എന്നായിരിക്കും അല്ലേ, തിരിഞ്ഞു പോയതായിരിക്കും. നല്ല വിസ്തൃതിയുള്ളതെന്ന് നമ്മൾ പറയത്തില്ല, വിസ്തൃതമായ ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തരേന്ത്യൻ സമതലം എന്ന് പറയുന്നത്. ഉത്തരേന്ത്യൻ സമതലം എന്നാലെന്ന് വെച്ചാൽ ഇവിടെ ഓർത്തോണ്ടായ ഉത്തരപർവ്വത മേഖലയുടെ തെക്ക് ഭാഗത്തായും ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കായും എവിടൊക്കെയാണെന്ന് പഠിച്ചോണേ സ്ഥിതി ചെയ്യുന്ന വിസ്തൃതമായ ഭൂപ്രകൃതി വിഭാഗമാണ് കുഞ്ഞുങ്ങളെ ഉത്തരേന്ത്യൻ സമതലം എന്ന് പറയുന്നത്. ഇതിനെ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നും അറിയപ്പെടുന്നു. ഒരു മാർക്കിന് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നറിയപ്പെടുന്നത് ആരെയാണ്? നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിനെ അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സമതലത്തിനെയാണ്. ഓക്കെ ആണോ? അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് നോക്കുന്നില്ലേ, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് കണ്ടോ. അതായത് ദ വാസ്റ്റ് ഫിസിക്കൽ ഡിവിഷൻസ് that lies to the south of the northern mountains and the north of the peninsular plateau. It is known as Indo-Gangetic Brahmaputra. കേട്ടോ, ഗംഗ എന്നുള്ളതിനെ ഗാഞ്ചറ്റിക് കേട്ടോ, ഗംഗറ്റിക് എന്ന് നമ്മൾ പറയത്തില്ല, ഗാഞ്ചറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻസ്. ഒന്നാമത്തെ പഠിച്ചല്ലോ, ഉണ്ട് ഇംഗ്ലീഷും ഉണ്ട് മലയാളവും ഉണ്ട്. എഴുതാൻ പറ്റുമല്ലോ, മലയാളം അർത്ഥം നോക്കി പഠിക്കാമല്ലോ. ഇനി നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിൻ്റെ രൂപീകരണം എങ്ങനെയാണ്, ഫോർമേഷൻ ഓഫ് പ്ലെയിൻസ്. നമ്മളിപ്പം ഏതിനെക്കുറിച്ചാണ് പഠിക്കുന്നത് ഓർത്ത് വെച്ചേക്കണേ, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്, ഉത്തരേന്ത്യൻ സമതലത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഇതിൻ്റെ ഫോർമേഷൻ, ഇതെങ്ങനെയാണ് രൂപം കൊണ്ടത് അല്ലേ. The fertile Indo-Gangetic Brahmaputra plains was formed by the deposition of sediments carried by rivers. ഈ ഡിപ്പോസിറ്റ് ചെയ്യുക, ഡിപ്പോസിഷൻ എന്നൊക്കെ വെച്ചാൽ എന്താ, നിക്ഷേപിക്കുക എന്ന് കേട്ടോ. ഇവിടെ ദ ഫെർട്ടൈൽ Indo-Gangetic Brahmaputra plains was formed by the ഡിപ്പോസിഷൻ ഓഫ് സെഡിമെൻറ്റ്സ് ക്യാരീഡ് ബൈ റിവേഴ്സ്. നമ്മുടെ ഹിമാലയത്തിൽ നിന്നും, കറക്റ്റ് പറയുകയാണെങ്കിൽ അങ്ങനെ നമ്മുടെ ഹിമാലയത്തിൽ നിന്നും ഹിമാലയത്തിൽ നിന്നും അതുപോലെ ഉപദ്വീപീയ ഇന്ത്യയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ വഹിച്ചുകൊണ്ട് വന്ന അവസാദങ്ങൾ, ഈ ഒഴുകി വരത്തില്ലേ കുഞ്ഞുങ്ങളെ, ഒഴുകി വലിയ മഴ പെയ്യുമ്പോൾ അങ്ങ് മേളിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം ഒഴുകി താഴെ വരത്തില്ലേ, അങ്ങനെ അതിനെ ഈ അവസാദങ്ങൾ എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഈ ഒഴുകി വന്ന് നിക്ഷേപിക്കപ്പെട്ടാണ് ഫലഭൂയിഷ്ടമായ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം രൂപപ്പെട്ടത്.
ഹിമാലയത്തിൽ നിന്നും ഉപദ്വീപീയ ഇന്ത്യയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ വഹിച്ചു കൊണ്ടുവന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടാണ് ഫലഭൂയിഷ്ഠമായ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം രൂപപ്പെട്ടത്. അതിൻ്റെ ഒരുപാടുണ്ട്, ഞാൻ ചുരുക്കി അത്രേ എഴുതിയിട്ടുള്ളൂ. കാരണം ഫോർമേഷൻ ഓഫ് പ്ലെയിൻസ്, ഒരു പ്ലെയിൻസ് എങ്ങനെ അത് ഒത്തിരി ഉണ്ട് കേട്ടോ. ടെസ്റ്റിനകത്തിൽ പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ 2-3 സെൻറ്റൻസ് ആയിട്ട് എഴുതിയേക്കുന്നത് ഞാനൊന്ന് ചുരുക്കി എഴുതിയതേ ഉള്ളൂ കേട്ടോ. കാരണം ഇനി എഴുതെങ്കിൽ ഇനി കുറച്ചുകൂടെ 2-3 പോയിന്റും കൂടെ ഉണ്ടെങ്കിലേ അത് കറക്റ്റ് ആവത്തുള്ളൂ. പക്ഷേ ഈ സോഷ്യൽ എന്ന് കേൾക്കുമ്പോഴേ പൊതുവേ കുഞ്ഞുങ്ങൾക്ക് ഒരുപാടുണ്ട് പഠിക്കാൻ പാടാ, എനിക്ക് പഠിക്കാം, ഇതൊക്കെയാണ് കൂടുതലും കേൾക്കുന്നത്. അപ്പം ഞാനതൊന്ന് ചുരുക്കിയെന്നേ ഉള്ളൂ കേട്ടോ. അടുത്ത 3-ാമത്തത് ഫീച്ചേഴ്സ് ഓഫ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ്. കുഞ്ഞുങ്ങളെ, ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ, നമ്മൾ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഒന്നാമത് അത് എന്താണെന്ന് പഠിച്ചു, രണ്ടാമത്തെ ഇത് ഫോർമേഷൻ അല്ലേ, ഇത് എങ്ങനെ രൂപീകരിച്ചു, അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ്, ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ സവിശേഷതകൾ. നോക്കിയേ, ദീസ് പ്ലെയിൻസ് എക്സ്റ്റെൻഡിങ് അപ്രോക്സിമേറ്റ്ലി ഓവർ 3200 കിലോമീറ്റർ. ഈ സമതലത്തിൻ്റെ നീളം എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിനെക്കുറിച്ച് നല്ലപോലെ അറിയണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഈ സമതലത്തിൻ്റെ ഈ പ്ലെയിൻസിൻ്റെ നീളം എന്ന് പറയുന്നത് അതായത് ഇത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് അപ്രോക്സിമേറ്റ്ലി എന്ന് വെച്ചാൽ ഏകദേശം 3200 കിലോമീറ്റർ ആണ്. ഒന്ന് പഠിച്ചോ. ഇനി ഇറ്റ് ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് അലൂവിയൽ പ്ലെയിൻ ഇൻ ദ വേൾഡ്. ഈ പ്ലെയിൻസ് അല്ലെങ്കിൽ ഈ സമതലം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അലൂവിയൽ പ്ലെയിൻ എന്ന് വെച്ചാൽ എക്കൽ മണ്ണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അലൂവിയൽ സോയിൽ എക്കൽ പ്രദേശമാണ്. ഏതാണ്? നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് ആണ് ഈ സമതലം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്കൽ പ്രദേശമാണ്. മൂന്നാമത്തെ, ഇറ്റ് സ്പ്രെഡ് ഓവർ അറൗണ്ട് 2400 കിലോമീറ്റർ ഇൻ ഇന്ത്യ. ഈ സമതലത്തിന് ഇന്ത്യയിൽ ഏകദേശം 2400 കിലോമീറ്റർ നീളമുണ്ട്. ഓരോ പോയിന്റും വെച്ച് പഠിച്ചോണം. ദ പ്ലെയിൻസ് വിൻഡൻസ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്. ഈ സമതലം കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് വിശാലമായിട്ട് കേട്ടോ, വൈഡ്നെസ് എന്നായിരിക്കും, വൈഡ്നെസ് എന്ന് വെച്ചാൽ വിശാലമായിട്ട് വരുന്നു കേട്ടോ. ദ പ്ലെയിൻസ് വൈഡ്നെസ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്. ഇനി ഫീച്ചേഴ്സ് സച്ചാസ്, നോക്കിയ എൻ്റെ ഫീച്ചേഴ്സ് സച്ചാസ്, നമ്മുടെ ചോദ്യം ഫീച്ചേഴ്സ് അല്ലാന്നോ. ഫെർട്ടൈൽ സോയിൽ, വാട്ടർ സപ്ലൈ, ഫേവറബിൾ ക്ലൈമറ്റ് ആൻഡ് ഫ്ലാറ്റ് ടോപ്പോഗ്രഫി മേക്ക് ദീസ് റീജിയൻ സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ. നല്ല ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിനകത്തിൽ നല്ല മണ്ണാണ് കുഞ്ഞുങ്ങളെ, വളക്കൂറുള്ള മണ്ണാണ്, ജലത്തിന് ലഭ്യതയുണ്ട്, അനുകൂല കാലാവസ്ഥയാണ്, പരന്ന ഭൂപ്രകൃതിയാണ് എന്നീ സവിശേഷതകൾ ഈ പ്രദേശത്തെ കൃഷിക്കേറെ അനുയോജ്യമാക്കി മാറ്റുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യം കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ 5 പോയിന്റ് എഴുതിയേക്കണം. ഇനി റീജിയണൽ ഡിവിഷൻ ഓഫ്, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിലോട്ട് കയറുവാണ്. കാരണം ഇതാണ് നമ്മുടെ ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത്. ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിൻ്റെ റീജിയണൽ ഡിവിഷൻസ്, പ്രാദേശിക വിഭാഗങ്ങൾ ഏതെല്ലാം? ഇതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തോനെയും പഠിക്കേണ്ടത്. അതായത് ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പ്രാദേശിക വിഭാഗങ്ങൾ, റീജിയണൽ ഡിവിഷൻസ് ഓഫ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ്. 1 രാജസ്ഥാൻ പ്ലെയിൻസ്, 2 പഞ്ചാബ് ഹരിയാന പ്ലെയിൻസ്, 3 ദ ഗംഗ പ്ലെയിൻസ്, 4 ബ്രഹ്മപുത്ര പ്ലെയിൻസ്. രാജസ്ഥാൻ സമതലം, പഞ്ചാബ് ഹരിയാന സമതലം, ഗംഗാ സമതലം, ബ്രഹ്മപുത്ര സമതലം എന്നിങ്ങനെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആ 4 എണ്ണത്തിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കണം. അപ്പോൾ ഈ 4ാമത്തെ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ ഇതുവരെ പഠിച്ചതിനകത്തിലെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടോ നിങ്ങളെ? നമുക്ക് അതൊന്ന് ഓടിച്ചിട്ട് നോക്കാം. കാരണം 2 മാർക്ക് നിങ്ങൾക്ക് വേണമല്ലോ. നോക്കിക്കേ, ലിസ്റ്റ് ഔട്ട് ദ വേരിയസ് ടൈപ്പ് ഓഫ് ലാൻഡ് ഫോം ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത്. ഭൂമിയുടെ ഉപരിതലത്തിലുള്ള വിവിധതരം കരരൂപങ്ങൾ ഏതെല്ലാം? നമ്മൾ ആ 4 എണ്ണം നിങ്ങൾ എഴുതുന്നതിന് മുമ്പേ ഇത് ഒന്ന് എഴുതിക്കോ കേട്ടോ. ലിസ്റ്റ് ഔട്ട് ദ വേരിയസ് ടൈപ്പ് ഓഫ് ലാൻഡ് ഫോം ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത്. ഭൂമിയുടെ ഉപരിതലത്തിലുള്ള വിവിധതരം കരരൂപങ്ങൾ ഏതെല്ലാം? 1 ലോഫ്റ്റി മൗണ്ടൻസ്. ലോഫി മൗണ്ടൻസ് എന്ന ടിയുടെ സൈഡിൽ നിന്നാലും ഉയർന്ന പർവ്വതങ്ങൾ കേട്ടോ. എന്തൊക്കെയുണ്ട്? ഉയർന്ന പർവ്വതങ്ങളുണ്ട്. എക്സ്പെൻസീവ് മൗണ്ടൻ, എക്സ്പാൻഡ് ചെയ്യാന്നൊക്കെ കേട്ടിട്ടുണ്ടോ? എക്സ്പാൻസീവ് എന്നല്ലേ.
എക്സ്പാൻഡ് ചെയ്യുന്നു വെച്ചാൽ വിശാലമായ സമതലങ്ങളുണ്ട്, പ്ലേറ്റ്യൂസുകൾ പീഠഭൂമികളുണ്ട്, സ്കോർച്ചിങ് ഡിസേർട്ടുകൾ നല്ല ചുട്ടുകൊള്ളുന്ന മരുഭൂമികളുണ്ട്, വാലീസുകൾ താഴ്വരകളുണ്ട് കേട്ടോ. അപ്പോൾ 2 മാർക്കിൻ്റെ ചോദ്യം നമ്മളിപ്പോൾ ഈ ഇത്രയും എന്ന് വെച്ചാൽ ടെസ്റ്റിനകത്തിലെ ആ റീജിയണൽ ഇത് ചോദിക്കുന്നതിന് മുമ്പേ 2 മാർക്കിൻ്റെ കുറേ ക്വസ്റ്റ്യൻ ആൻസറുകളാവും നിങ്ങളെ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി വിച്ച് ആർ ദ ജോമെട്രിക്കൽ ഏജൻസുകൾ ഏതൊക്കെയാണ് ജിയോമെട്രിക്കൽ ഏജൻറ്റുകൾ? ജിയോമെട്രിക്കൽ ഏജൻറ്റ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. റണ്ണിങ് വാട്ടർ ഒഴുകുന്ന വെള്ളം, വിൻഡുണ്ട് കാറ്റുണ്ട്, ഗ്ലേസിയേഴ്സ് ഹിമാനികൾ, വേവ് തിരമാലകൾ എന്നിവയുണ്ട്. ഇനി അതുപോലെ തന്നെ ദീസ് ഏജന്റ് ഓപ്പറേറ്റ് ഓൺ ദ എർത്ത് സർഫസ് മേക്ക് എ ഡിഫറെൻ്റ് ലാൻഡ് ഫോം ഓൺ ദ എർത്ത്. ഈ ഏജന്റുമാർ ഭൂമിയുടെ ഉപരിതലത്തിൽ പ്രവർത്തിക്കുകയും ഭൂമിയിൽ വ്യത്യസ്ത കരരൂപങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു കേട്ടോ. 4-മത്തെ അതായത് റണ്ണിങ് വാട്ടർ, വിൻഡ്, ഗ്ലേസിയേഴ്സ്, വേവ്. ദീസ് ഏജന്റ് ഓപ്പറേറ്റ് ഓൺ ദ എർത്ത് സർഫസ് മേക്ക് ഡിഫറെൻ്റ് ലാൻഡ് ഫോം ഓൺ ദ എർത്ത്. 5 എണ്ണവും പഠിച്ചോണം കേട്ടോ. പരീക്ഷയ്ക്ക് 2 മാർക്കിൻ്റെ ചോദ്യമാണ് ജിയോമോർഫിക് ഏജന്റുകൾ ഏതൊക്കെയാണെന്ന് കേട്ടോ. മലയാളം ഇംഗ്ലീഷും ഉണ്ട്. അടുത്ത എന്താണ് ജിയോമോർഫിക് പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ജിയോമോർഫിക് പ്രക്രിയകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ജിയോമോർഫിക് പ്രോസസ്സ് ഇതിന് മലയാളത്തിൽ വേറെ പേരുകൾ വല്ലതും ഉണ്ടോ ടെസ്റ്റ് നോക്കണേ നിങ്ങളെ. ദ പ്രോസസ് ദാറ്റ് ലീഡ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ലാൻഡ് ഫോം ആർ കാൾഡ് ജിയോമോർഫിക് പ്രോസസ്സ്. ജിയോമോർഫിക് പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂരൂപങ്ങളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന പ്രക്രിയകളെ നമ്മൾ ജിയോമോർഫിക് പ്രക്രിയകൾ 1 മാർക്കിനൊക്കെ ചോദിക്കാം കേട്ടോ. ഭൂരൂപങ്ങളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന പ്രക്രിയകളെ ജിയോമോർഫിക് പ്രക്രിയകൾ എന്ന് പറയുന്നു. മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ ഡിപ്പോസിഷൻ എന്തുവാന്ന്. ഡിപ്പോസിറ്റ് ചെയ്യുക അല്ലെ ഡിപ്പോസിഷൻ നിക്ഷേപം എന്നാണ്. എന്ന് വെച്ചാൽ ദ സെഡിമെന്റ്സ് ഓർ റോക്ക് മെറ്റീരിയൽസ് ഫോംഡ് ത്രൂ ദ ഡിസ്ഇൻറ്റിഗ്രേഷൻസ് ഓഫ് റോക്ക് ബൈ വേരിയസ് ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ പ്രോസസ് ആർ ട്രാൻസ്പോർട്ടഡ് ബൈ ദീസ് എക്സ്റ്റേണൽ ഫോഴ്സ് ഓർ geomorphic agents from one place to another. These materials are then deposited conveying in low-lying regional. This process is called deposition. Deposition എന്നാൽ എന്തെന്ന് ദാണ്ട് ഇത്രയും എഴുതണം, കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതിൻ്റെ മലയാളം ചോദിച്ചു കഴിഞ്ഞാൽ വിവിധ ഭൗതിക രാസ ജൈവ പ്രക്രിയകളിലൂടെ നമ്മൾ പാറകളുടെ ശിഥിലീകരണത്തിലൂടെ, പാറയൊക്കെ ശിഥിലീകരിക്കത്തില്ലേ, പൊട്ടിപ്പോകത്തില്ലേ, ആ ശിഥിലീകരണത്തിലൂടെ രൂപം കൊള്ളുന്ന അവശിഷ്ടങ്ങളോ ശിലാവസ്തുക്കളോ ഒക്കെ ഉണ്ടല്ലോ. നമുക്കറിയാം അല്ലേ, നല്ല ശക്തമായ മഴ പെയ്യുമ്പോഴും ശക്തമായ ചൂടുള്ളപ്പോഴും ഒക്കെ പാറകൾ പൊട്ടുന്നില്ലേ. അതാണ് വിവിധ ഭൗതികമായോ രാസപരമായിട്ടോ ജൈവികപരമായിട്ടോ പാറകൾ പൊട്ടുമ്പോൾ അല്ലെ ശിഥിലീകരണത്തിലൂടെ രൂപം കൊള്ളുന്ന അവശിഷ്ടങ്ങളോ ശിലാവസ്തുക്കളോ ഉണ്ടാകുന്നു. ഈ വസ്തുക്കൾ പിന്നീട് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് സ്വകാര്യപ്രദമായിട്ട് അത് നിക്ഷേപിക്കുന്നു അല്ലേ. ഇത് പോയി ഏറ്റവും താഴ്ന്ന സ്ഥലത്തോട്ടല്ലേ പോകുന്നത് അല്ലേ, പൊക്കമുള്ളിടത്തുനിന്നും താഴോട്ടത് പോകുന്നുണ്ട്. അങ്ങനെ പോയിട്ട് പിന്നീട് താഴ്ന്ന പ്രദേശങ്ങളിൽ ഏതെങ്കിലും സ്വകാര്യപ്രദമായിട്ട് അത് നിക്ഷേപിക്കുന്നു. ഇതിനെയാണ് നമ്മൾ നിക്ഷേപം എന്ന് പറയുന്നത്. നമ്മുടെ ടെസ്റ്റിൽ അത് കുറച്ചുകൂടെ നല്ല രീതിയിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ അത് മനസ്സിലാവുന്ന അത് പഠിക്കണം കേട്ടോ. ഡിപ്പോസിഷൻ എന്നാൽ എന്താണ്? അടുത്ത വാട്ട് ഈസ് ദ സോഴ്സസ് ഓഫ് എ റിവർ? ഒരു റിവർ അല്ലേ, അതിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് എവിടെ നിന്നായിരിക്കും? ഒരു നദി ഒഴുകുന്നത് എവിടെ നിന്നാണ്? ഒരു നദിയുടെ ഉത്ഭവസ്ഥാനം, ഇത് എവിടെ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് തിരക്കണം അല്ലേ. ഒരു നദിയുടെ ഉത്ഭവസ്ഥാനത്തെയാണ് അതിൻ്റെ ഉത്ഭവസ്ഥാനത്തെയാണ് അതിൻ്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ സോഴ്സ് ഓഫ് എ റിവറിൻ്റെ മലയാളമാണ് ഉത്ഭവസ്ഥാനം. അത് എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു എന്നതല്ല. ദ പ്ലേസ് ഓഫ് ഓറിജിൻ ഓഫ് എ റിവർ അല്ലേ, ഇത് എവിടെ നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതാണ് ഈ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത്. അടുത്ത വാട്ട് ഈസ് എ മൗത്ത് ഓഫ് എ റിവർ? മൗത്ത് ഓഫ് എ റിവർ എന്ന് വെച്ചാൽ ഈ നദിയുടെ മുഖം, നദീമുഖം എന്ന് പറയത്തില്ലേ, അതിനാണ് മൗത്ത് ഓഫ് എ റിവർ, അല്ലാതെ റിവറിൻ്റെ വായെന്നല്ല കേട്ടോ. ദ പ്ലേസ് അറ്റ് വിച്ച് ദ റിവർ ഡിസ്ചാർജസ് ഇൻ ടു എ സീ ഓർ അനദർ ബോഡി ഓഫ് വാട്ടർ ഈസ് റെഫേർഡ് ടു അസ് ദ റിവർ മൗത്ത്. അതായത് നദീമുഖം എന്നാൽ എന്ത്? നദി കടലിലേക്കോ ഏതെങ്കിലും ജലാശയത്തിലേക്കോ ഒഴുകി എത്തുന്ന സ്ഥലത്തെയാണ് നദീമുഖം എന്ന് പറയുന്നത്. നദി കടലിലേക്കോ ജലാശയത്തിലേക്കോ ഒഴുകി എത്തുന്ന സ്ഥലത്തെയാണ് നദീമുഖം എന്ന് പറയുന്നത്.
വാട്ട് മെയ്ഡ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് ഫേവറബിൾ ഫോർ അഗ്രികൾച്ചർ? ഈ വടക്കേ ഇന്ത്യൻ സമതലം, അതിനെക്കുറിച്ചാണല്ലോ പഠിക്കുന്നത്. അവിടുത്തെ സമതലങ്ങളെ കൃഷിക്ക് അനുകൂലമാക്കിയത് എന്താണ്? അവിടെ കൃഷി ചെയ്യാൻ നല്ലതാണെന്ന് പറഞ്ഞില്ലേ, നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ. എന്തുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്? നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിനെ കുറിച്ചാണ്. ഈ സമതലങ്ങൾ കൃഷിക്ക് അനുകൂലമാണെന്ന് പറയുന്നത് അവിടെ നല്ല മണ്ണാണ്, ഫലപുഷ്ടമായ മണ്ണാണ്, ഫെർട്ടൈൽ സോയിലാണ്, അനുകൂലമായ കാലാവസ്ഥയാണ്, ഫേവറബിൾ ക്ലൈമറ്റാണ്, നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ടോപ്പോഗ്രഫിയാണ്, പരന്ന പ്രകൃതിയാണ്, ആഡിക്വേറ്റ് വാട്ടർ സപ്ലൈ, ആവശ്യത്തിന് വെള്ളം അവിടെ ജലം ലഭിക്കുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെയാണ് അവിടെ കൃഷിക്ക് അനുകൂലമാണെന്ന് പറയുന്നത് കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞുങ്ങളെ. അടുത്ത 4 റീജിയണൽ ഡിവിഷൻസ് ഓഫ് ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ്. ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത് കണ്ടോ, ഇവിടെ വരെ വന്നില്ലേ? മുമ്പ് നമ്മൾ പറഞ്ഞ അവിടെ അല്ലായിരുന്നോ? ഏതാ? 4. അതായത് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസുകൾ ഏതൊക്കെയാണെന്നാണ്. റീജിയണൽ ഡിവിഷൻസ് ഏതൊക്കെയാണ്? രാജസ്ഥാന്, പഞ്ചാബ് ഹരിയാന പ്ലെയിൻസ്, ദ ഗംഗ പ്ലെയിൻസ്, ബ്രഹ്മപുത്ര പ്ലെയിൻസ്. അപ്പം നമുക്ക് ഈ 4 എണ്ണത്തിനെ കുറിച്ചും 4 സമതലങ്ങളെക്കുറിച്ചുമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട നിങ്ങളെ രാജസ്ഥാൻ പ്ലെയിൻസ് കേട്ടോ. ഒന്നാമത്തെ ആരാണ്? രാജസ്ഥാൻ. ഇറ്റ് ഈസ് ദ വെസ്റ്റേൺ മോസ്റ്റ് എൻഡ് ഓഫ് ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ്. ഇംഗ്ലീഷിനകത്തിലെ ഞാനൊരു 7 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനകത്തിൽ ഏതാണോ ഏറ്റവും നല്ലതായി ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ ഒരു 5-6 എണ്ണം പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഇഷ്ടംപോലെ പോയിന്റ് ഉണ്ട്. ചെറുത് നോക്കി 7 എണ്ണം ഞാൻ എഴുതി വെച്ചേ. അത്ര എഴുതാമെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അപ്പം ഞാൻ വായിച്ചു തരാം, നിങ്ങൾ കേട്ടിരിക്കണം. നോക്കിക്കേ. അതായത് ഇറ്റ് ഈസ് ദ നല്ലപോലെ നോക്കണം. ഇറ്റ് ഈസ് ദ westernmost end of the North Indian plains. The Rajasthan plains is situated to the west of the Aravalli mountain range. പേരൊക്കെ നോക്കണേ. Aravalli mountain range. 2/3 of the Thar desert is situated in Rajasthan. Remaining portion extend into the neighboring state of Haryana, Punjab and Gujarat. The Thar desert is divided into 2 regions. ഏതൊക്കെയാ? മരുസ്ഥാൻ. ആ പേരൊക്കെ നല്ലപോലെ ഒന്ന് പഠിച്ചുകൊണ്ട് ഏതാണ്ട് മരുസ്ഥലി ബാഗർ. മരുസ്ഥലി ബാഗർ മലയാളം ഇതിൻ്റെ ഉണ്ട് കുഞ്ഞുങ്ങളെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ലുണി ഈസ് ദ മേജർ റിവർ ഇൻ ദീസ് പ്ലെയിൻസ്. ദ മേജർ സാൾട്ട് ലേക്ക് ആർ, എന്താ പേര് നോക്കണേ, സാമ്പാർ, ദിദ്വാന, സർഗോൾ കേട്ടോ. പേര് ദിദ്വാന, സർഗോൾ. അതായത് സാൾട്ട് ലേക്കിൻ്റെ പേര് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതിക്കോണം. അപ്പോൾ 7 പോയിന്റ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷ് മീഡിയക്കാരത് എഴുതുക കണ്ടോ. 7 പോയിന്റ് ഉണ്ട്. അതിൻ്റെ മലയാളം നമുക്കിപ്പോൾ വായിക്കാം. ഏതെങ്കിലും വാക്ക് ഡൗട്ട് ഉണ്ടാവും നിങ്ങളെ നല്ലപോലെ എഴുതിക്കോണം. അതായത് രാജസ്ഥാൻ സമതലത്തെക്കുറിച്ചാണ്. ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പടിഞ്ഞാറേ അറ്റമാണ് രാജസ്ഥാൻ സമതലം. ആരവല്ലി പർവ്വതനിരയുടെ പടിഞ്ഞാറ് ഭാഗത്ത് രാജസ്ഥാൻ സമതലം സ്ഥിതി ചെയ്യുന്നു. ഓരോ പോയിന്റായിട്ട് പഠിച്ചോണം. ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പടിഞ്ഞാറേ അറ്റമാണ് രാജസ്ഥാൻ സമതലം. ആരവല്ലി പർവ്വതനിരയുടെ പടിഞ്ഞാറ് ഭാഗത്ത് രാജസ്ഥാൻ സമതലം സ്ഥിതി ചെയ്യുന്നു. ഥാർ മരുഭൂമിയുടെ മൂന്നിൽ 2 ഭാഗവും സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. ഈ ഥാർ മരുഭൂമി എവിടാന്നൊന്ന് വൺ വേർഡിന് ചോദിക്കുമോ നിങ്ങളെ? ഥാർ മരുഭൂമിയുടെ 2 ഭാഗവും രാജസ്ഥാനിലാണ്. ബാക്കി ഭാഗം ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് എന്നീ അയൽ സംസ്ഥാനങ്ങളായിട്ട് അത് വ്യാപിച്ചു കിടക്കുന്നു. ഥാർ മരുഭൂമിയെ 2 പ്രധാന മേഖലയായിട്ട് തരംതിരിക്കുന്നുണ്ട്. മരുസ്ഥലി, ബാഗർ. ഈ സമതലത്തിലെ പ്രധാന നദിയാണ് ലൂണി. സാംഭർ, ദിദ്വാന, സർഗോൾ എന്നിവ രാജസ്ഥാൻ സമതലത്തിലെ പ്രധാന ഉപ്പ് തടാകങ്ങളാണ്. അപ്പോൾ ഉപ്പ് തടാകങ്ങളുടെയൊക്കെ പേര് ഒരു മാർക്കിൽ ചോദിക്കും. നോർത്തേൺ പ്ലെയിൻസിലെ പ്രധാന നദി ഏതാണെന്ന് ചോദിക്കും, ലൂണിയാണ്. ഥാർ മരുഭൂമിയിലെ 2 പ്രധാന മേഖലയാണ് മരുസ്ഥലിയും ബാഗറും കേട്ടോ. ഥാറിൻ്റെ 2 ഭാഗവും രാജസ്ഥാനിലാണ്. ബാക്കി വരുന്നതാണ് ഹരിയാന, പഞ്ചാബ് അവിടെ വരുന്നത് കേട്ടോ. ഏത് പടിഞ്ഞാറ് ഭാഗത്ത്, രാജസ്ഥാൻ സമതലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്നത് ആരവല്ലി പർവ്വതനിരയാണ്. അപ്പോൾ ഇതൊക്കെ പോയിന്റായിട്ട് തന്നെ അങ്ങ് പഠിച്ചു വെച്ചേക്കണം. അടുത്ത ആളാണ് പഞ്ചാബ് ഹരിയാന പ്ലെയിൻസ്. നമ്മളിപ്പോൾ പഠിച്ചത് എന്തോത്തിനെ രാജസ്ഥാൻ ഒന്നാമത്തെ ആയിരുന്നു രാജസ്ഥാൻ്റെ അല്ലേ, അത് പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ ആരാണ്? പഞ്ചാബ് ഹരിയാന പ്ലെയിൻസ്, പഞ്ചാബ് ഹരിയാന സമതലം. The Punjab Haryana Plains is situated to the east to the Rajasthan Plains. രാജസ്ഥാൻ സമതലത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ട് വ്യാപിച്ചിരിക്കുന്ന സമതല ഭാഗമാണ് പഞ്ചാബ് ഹരിയാന സമതലം. The eastern border of this plain is river Yamuna. യമുന നദിയാണ് ഈ സമതലത്തിന്റെ കിഴക്കൻ അതിര്. യമുന നദിയാണ് ഈ സമതലത്തിന്റെ കിഴക്കൻ അതിര്.
In India, these plains extend over the states of Punjab, Haryana and Himachal Pradesh. ഇന്ത്യയിൽ പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളായിട്ട് ഈ സമതലം വ്യാപിച്ചു കിടക്കുന്നു. ദ പ്ലെയിൻ കവറിംഗ് ആൻ ഏരിയ അപ്രോക്സിമേറ്റ്ലി 1.75 ലാക്ക് സ്ക്വയർ കിലോമീറ്റർ ആണ്. ഈ പഞ്ചാബ് ഹരിയാന പ്ലെയിൻസ് എന്ന് പറയുന്നതിൻ്റെ വിസ്തൃതി ഏകദേശം 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. പഞ്ചാബ് ഈസ് ആൾസോ നോൺ ആസ് ലാൻഡ് ഓഫ് 5 റിവർ. പഞ്ചാബ് എന്ന് വെച്ചാൽ 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്നു. എല്ലാ ഒരു മാർക്കിൻ്റെ ഇങ്ങനെ എഴുതിയത് തന്നെ ഓരോ മാർക്കിന് ചോദിച്ചാലും നിങ്ങൾ എഴുതാൻ വേണ്ടിയാണ് ഇങ്ങനെ തന്നെ തന്നത്. അപ്പം നിങ്ങൾക്ക് ഓരോന്നും 5 നദികളുടെ നാടെന്നറിയപ്പെടുന്നത് പഞ്ചാബാണ്. ദ പഞ്ചാബ് ഹരിയാന പ്ലെയിൻസ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 5 മേജർ ഡോബ്സുകൾ. പഞ്ചാബ് ഹരിയാന പ്ലെയിൻസ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 5 മേജർ ഡോബ്സ് എന്നാണ്. എന്താണ് ഈ ഡോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം കൂട്ടിച്ചേരുന്ന 2 നദികൾ തങ്ങളിൽ കൂടിച്ചേരത്തില്ലേ കുഞ്ഞുങ്ങളെ, അങ്ങനെ കൂടിച്ചേരുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കരഭാഗം ഉണ്ടാകും. അതിനെയാണ് നമ്മൾ ഈ ഡോബുകൾ അല്ലെങ്കിൽ മലയാളത്തിൽ ഡോബ് എന്ന് പറയുന്നത് കേട്ടോ. പഞ്ചാബ് ഹരിയാന സമതലങ്ങളെ 5 ഡോബുകളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. പരസ്പരം കൂടിച്ചേരുന്ന 2 നദികൾക്കിടയിലുള്ള കരഭാഗത്തിനെ പറയുന്ന പേരാണ് ഡോബ് കേട്ടോ. ഒരു മാർക്കിൻ്റെ ചോദിക്കുക, ഡോബ് ഈസ് എ ലാൻഡ് ലൈൻ ബിറ്റ്വീൻ 2 റിവർ ദാറ്റ് ജോയിൻ ടുഗദർ ലേറ്റർ കേട്ടോ. അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. പിന്നെ അതാണ്ട് ഇതിൻ്റെ തൊട്ട് താഴെ ഉള്ളത് നല്ലപോലെ പഠിച്ചേക്കണേ. 5 എണ്ണത്തിൻ്റെ കാര്യം പറഞ്ഞല്ലേ, ഏതൊക്കെയാ 5 ദോബുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഏതൊക്കെയാണ്? ബിസ്ത്, ജലധർ ദോബ്. ഏതൊക്കെ ദോബുകളാണ്? ബിസ്ത്, BIST, ബിസ്ത് ജലധർ ദോബ്, ബാരി ദോബ്, രചന ദോബ്, ചാജ് ദോബ്, സിന്ധ് സാഗർ ദോബ്. എല്ലാം മലയാളം ഇപ്പുറത്ത് എഴുതി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വായിച്ച് പഠിക്കാൻ എളുപ്പമാണ്. കണ്ടോ ഏതൊക്കെ ദോബുകളാണെന്നുള്ളത്. ദോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പരസ്പരം കൂടിച്ചേരുന്ന 2 നദികൾക്കിടയിലുള്ള കരഭാഗമാണ് ദോബ് കേട്ടോ. അടുത്ത മൂന്നാമത്തെ ഗംഗാ സമതലം, ദ ഗംഗാ പ്ലെയിൻസിനെ കുറിച്ചാണ്. ഗംഗാ പ്ലെയിൻസ് സിറ്റുവേറ്റഡ് ടു ദ ഈസ്റ്റ് ഓഫ് ദ പഞ്ചാബ് ഹരിയാന പ്ലെയിൻസ്. പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്നു. ദ ഗംഗാ പ്ലെയിൻസ് സ്ട്രെച്ചസ് ഫ്രം ബംഗ്ലാദേശ് ഇൻ ദ ഈസ്റ്റ് ടു ദ യമുന റിവർ ഇൻ ദ വെസ്റ്റ്. കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെ ഗംഗാ സമതലം വ്യാപിച്ചിരിക്കുന്നു. അപ്രോക്സിമേറ്റ്ലി 3.75 ലാക്ക് സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഇൻ കൺവേർഡ്. അതായത് വിസ്തൃതി ഏകദേശം 3.75 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. നിങ്ങൾ ഈ 4 സമതലങ്ങളും എഴുതുമ്പോൾ അത് ഒരു പേപ്പർ എടുത്തിട്ട് ഓരോന്ന് ഇവിടെ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം ഇവിടെ ഇങ്ങനെ 4ആയിട്ട് എഴുതിയിട്ട് ഇത് ഏത് ഭാഗത്തൊക്കെയാണ് ഇങ്ങനെ ബോക്സ് ഒക്കെ അങ്ങനെയൊക്കെ എഴുതി പഠിക്കാമെങ്കിലുണ്ടല്ലോ എളുപ്പം നമുക്ക് ഓരോന്നും പെട്ടെന്ന് മനസ്സിലാവും. ഇതിപ്പോൾ നമ്മൾ ഗംഗയെക്കുറിച്ചാണ് പഠിക്കുന്നത്. ദീസ് പ്ലെയിൻസ് വാസ് ഫോംഡ് ത്രൂ ദ ഡിപ്പോസിഷണൽ പ്രോസസ് ബൈ റിവർ ഗംഗ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ് എന്ന് വെച്ചാൽ എന്താ, അതുപോലെ പോഷക നദി അല്ലേ. ഗംഗാ നദിയും പോഷക നദികളും ചേർന്നുള്ള നിക്ഷേപണ പ്രക്രിയയിലൂടെയാണ് ഈ സമതലം രൂപപ്പെട്ടത്. ദ ഗംഗാ പ്ലെയിൻസ് ഡിവൈഡഡ് ഇൻറ്റു 3 റീജിയൻ. ഇനി ഗംഗയെ എത്രയായിട്ടാണ്? 3ആയിട്ട്. ഓരോന്ന് പഠിക്കുമ്പോഴും നമ്മൾ ആദ്യമേ രാജസ്ഥാനെ കുറിച്ച് പഠിച്ചു. രാജസ്ഥാനിനകത്തിലാണ് ഡിസേർട്ട് 2 റീജിയൻ, അതിനകത്തിലെ മരുസ്ഥാലിയും ബാഗറും ഒക്കെ വന്നു കേട്ടോ. അതിനകത്തിലെ സാൾട്ടിലേക്കൊക്കെ രാജസ്ഥാനിലാണ് വന്നത്. പിന്നെ ഥാർ മരുഭൂമിയും അതൊക്കെ രാജസ്ഥാനിലാണ് വന്നത്. പിന്നെ പഞ്ചാബിനകത്ത് പറയുന്ന 5 നദികളുടെ നാടെന്നറിയപ്പെടുന്നത് പഞ്ചാബാണ്. പിന്നെ ഇതിനകത്തിൽ അതിന് പഞ്ചാബിനെ കുറിച്ച് ഓരോന്നൊക്കെ അല്ലേ ഡോബൊക്കെ വരുന്നത് പഞ്ചാബിൻ്റെയാണ് ഡോബുകൾ കേട്ടോ. ഗംഗയ്ക്കകത്ത് വരുന്നത് പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ കിഴക്കായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 3.75 ദശലക്ഷം കിലോമീറ്റർ വരെയാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. ഇത് ഗംഗാ നദിയെയും പോഷക നദിയും ചേർന്നുള്ള നിക്ഷേപണ പ്രക്രിയയിലൂടെയാണ് ഗംഗാ സമതലം രൂപപ്പെട്ടത്. ദ ഗംഗാ പ്ലെയിൻ ഡിവൈഡഡ് ഇൻറ്റു 3 റീജിയൻ. ഈ ഗംഗയെ 3 സമതലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പർ ഗംഗാ പ്ലെയിൻസ് എന്ന് വെച്ചാൽ ഉപരിഗംഗാ സമതലമെന്നും, മിഡിൽ ഗംഗാ പ്ലെയിൻസ് മധ്യഗംഗാ സമതലമെന്നും, ലോവർ ഗംഗാ പ്ലെയിൻസ് കീഴ് ഗംഗാ സമതലമെന്നും 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പഠിച്ചോണേ നിങ്ങളെ ഗംഗയെ 3ആയിട്ട് കേട്ടോ. അതുപോലെ തന്നെ അടുത്ത ഏറ്റവും ലാസ്റ്റിലത്തെയാണ് ബ്രഹ്മപുത്ര പ്ലെയിൻസ്. ഒന്ന് പഠിക്കുമ്പോൾ ഒന്ന് മറന്നു പോകരുത്. നമ്മൾ പ്ലെയിൻസ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിന് റീജിയണൽ ഡിവിഷൻ, അതിൻ്റെ ഏറ്റവും ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പ്രാദേശിക വിഭാഗങ്ങളെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. രാജസ്ഥാൻ പ്ലെയിൻസ് എന്നും അതെന്തൊക്കെയാണ്, എവിടെയാണ്, എത്രയൊക്കെയാണ് ഇതിൻ്റെ വിസ്തൃതി എന്ന് നല്ലപോലെ പഠിക്കണം. പഞ്ചാബ് ഹരിയാന എത്രയൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് പഠിക്കണം. ഗംഗ നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത ബ്രഹ്മപുത്ര പ്ലെയിൻസിനെ കുറിച്ചാണ്. കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഈസ്റ്റേൺ മോസ്റ്റ് പാർട്ട് ഓഫ് ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ്.
ബ്രഹ്മപുത്ര പ്ലെയിൻസ് നോൺ ബൈ, ഈ ബ്രഹ്മപുത്ര നദി എന്ന് പറയുന്നത് എവിടെ മുതലാണെന്ന് നോക്കി, ഈസ്റ്റേൺ മോസ്റ്റ് പാർട്ട് ഓഫ് ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ്, കിഴക്ക് ഭാഗത്ത് കേട്ടോ, കിഴക്കാണ്. അതുപോലെ ബ്രഹ്മപുത്ര പ്ലെയിൻസ് നോൺ ആസ് എന്തൊക്കെയാണ്, വേരിയസ് നെയിംസ്. ഈ ബ്രഹ്മപുത്ര പ്ലെയിൻസിനെ പല പേരിലും അറിയപ്പെടുന്നുണ്ട്. ബ്രഹ്മപുത്ര വാലി എന്നും ആസാം വാലി എന്നും ആസാം പ്ലെയിൻസ് എന്നും ഒക്കെ ഈ ബ്രഹ്മപുത്ര പ്ലെയിൻസിനെ അറിയപ്പെടുന്നുണ്ട്. നാച്ചുറൽ ബൗണ്ടറി ഓഫ് ബ്രഹ്മപുത്ര പ്ലെയിൻസ്, നാച്ചുറൽ ബൗണ്ടറി ഓഫ്, അത് ചിലപ്പോൾ 2 മാർക്കുകൾ ചോദിക്കാം. ബ്രഹ്മപുത്ര പ്ലെയിൻസിന്റെ നാച്ചുറൽ ബൗണ്ടറി ഏതൊക്കെയാണെന്ന് വെച്ചാൽ, നോർത്തില് ഈസ്റ്റേൺ ഹിമാലയ, ഈസ്റ്റില് പാറ്റ്കൈ PATKAI പാറ്റ്കൈ എന്ന് വെച്ചാൽ നാഗ ഹിൽസ്, സൗത്തില് ഏതൊക്കെയാ, ഗാരോ കാശി, അതുപോലെ തന്നെ ഈ സ്പെല്ലിങ് നല്ലപോലെ പഠിച്ചോണ്ട് ജെയിൻറ്റിയ ഹിൽസ്, JAINTIA കേട്ടോ, ഹിൽസ്. വെസ്റ്റില് ദ ലോവർ ഗംഗ പ്ലെയിൻസ്. അപ്പം 4 ഡയറക്ഷനും നോക്കിയേ, നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ്, ഈ 4 ബ്രഹ്മപുത്രയുടെയാണ്. എന്തൊക്കെയാ വന്നതെന്ന് നല്ലപോലെ നോക്കിക്കോണം. അതുപോലെ തന്നെ നിങ്ങൾ അതിലെ റിവറുകളുടെ പേര്, ബ്രഹ്മപുത്രയുടെ ഇതേതാ പ്ലെയിൻസുകളാണ് ഈ 4. ഇനി അത് ഈ ബ്രഹ്മപുത്രയിലെ റിവറുകൾ ടീസ്റ്റ, മനാസ്, ലോഹിത് ആൻഡ് ഡൈബങ് ആർ ദ മേജർ ട്രിബ്യൂട്ടറീസ് ഓഫ് ദ ബ്രഹ്മപുത്ര റിവർ. ദീസ് പ്ലെയിൻസ് ഈസ് റിച്ച് ഈസ് അല്ലുവിയൽ ഫാൻസ് കേട്ടോ. ഞാൻ ചുരുക്കി ഇത്രേ എഴുതിയിട്ടുള്ളൂ, നമ്മുടെ ടെസ്റ്റിൽ ഓൾറെഡി ഉണ്ട്. നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി കുഞ്ഞുങ്ങളെ. ഏതൊരു പ്ലെയിൻസ് പഠിക്കുമ്പോഴും അതെവിടാണ് കാണപ്പെടുന്നത് കേട്ടോ. പിന്നെ അതിനകത്തിൽ എന്തൊക്കെ വരുന്നുണ്ടെന്ന് നോക്കണം. ഇപ്പം ഡോബുകൾ വന്നത് എവിടായിരുന്നു, ഡോബുകള്, താർ മരുഭൂമി വന്നത് എവിടായിരുന്നു, പിന്നെ ഗംഗയെക്കുറിച്ച് നമ്മളിങ്ങനെ ഓരോന്നിനെക്കുറിച്ചും പഠിച്ചതിനെക്കുറിച്ച് നല്ലപോലെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഞാൻ ഇതിനകത്തിൽ വേറെ നോട്ടുകളൊന്നും വാരി വലിച്ച് തന്നിട്ടില്ല, ഫസ്റ്റ് പാർട്ട് ആയതുകൊണ്ട് ഇത്രയും മാത്രമേ തന്നുള്ളൂ. ഇത് നിങ്ങൾ വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് ഇപ്പം രാജസ്ഥാനാണെങ്കിൽ രാജസ്ഥാനെക്കുറിച്ച് വൃത്തിയായിട്ട് അങ്ങ് പഠിക്കുക. ആ രാജസ്ഥാൻ പ്ലെയിൻസിനകത്തിൽ എന്തൊക്കെയുണ്ടോ അതെങ്ങനെയാണെന്ന് പഠിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ അടുത്ത 2ാം പഞ്ചാബ് ഹരിയാനയിലോട്ട് കയറാവൂ കേട്ടോ. അത് അങ്ങനെ ആ 4 ഇത് എവിടെ സ്ഥിതി ചെയ്യുന്നു എങ്ങനെയാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമേ, അല്ലാതെ വാരി വലിച്ച് പഠിച്ചിട്ട് അവസാനം അതും ഇല്ല ഇതും ഇല്ല അതാവരുത്. അതിനാൽ ഞാൻ വാരി വലിച്ച്, പൊതുവേ സോഷ്യൽ എന്ന് പറയുമ്പം എല്ലാവർക്കും അയ്യോ ഒത്തിരി ഉണ്ട് ഇതില്. അപ്പോൾ അതിന് ചുരുക്കി കുറേശ്ശെ പഠിച്ച് പോകാം. അന്നെന്നുള്ളത് അങ്ങ് പഠിച്ചാൽ വലുതായിട്ട് നോട്ട് വരത്തില്ല കുഞ്ഞുങ്ങളെ, കുറേശ്ശെ കാണത്തുള്ളൂ. എല്ലാം കൂടെ പരീക്ഷയുടെ തലേന്ന് കൊണ്ടിടുമ്പോഴാണ് ഒരുപാട് നോട്ട് വരുന്നത് കേട്ടോ. അപ്പം ഇത് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവുന്നുണ്ട് എന്നെങ്കിൽ കമൻറ്റ്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ഹൈപ്പും ഒക്കെ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാം മനസ്സിലാവുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മാത്സും ഒക്കെ നല്ലപോലെ നോക്കിയതായി നിങ്ങളെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. സോഷ്യലുണ്ട്, സയൻസ് ഉണ്ട്, മാത്സ് ഉണ്ട് കേട്ടോ. പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ മലയാളവും ഇംഗ്ലീഷും ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഓക്കെ നിങ്ങളെ, അപ്പോൾ താങ്ക്